ഇന്ന് നമ്മുടെ ബാലിയിലെ തേർഡ് ഡേയാ. നമ്മളെ പിക്ക് ചെയ്യാനുള്ള ഗ്രാബ് ഡ്രൈവർ വന്നു. നമ്മൾ സെമിനിയ ചാങ്കു ഏരിയ എന്നൊക്കെ വിട്ട് അവിടുത്തെ റൂമും വെക്കേറ്റ് ചെയ്ത് ഇപ്പൊ ന്യൂസാപ്പനിയിലേക്ക് പോവാ. ബാലിയുടെ തന്നെ സൈഡിലുള്ള ഒരു ഐലൻഡാണ് ന്യൂസാപ്പനിയുടെ. ഇപ്പൊ സമയം 7 മണിയായി. ന്യൂസാപ്പനിയിലേക്കുള്ള ഫെറി കയറുന്ന സനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കുക. ഇവിടുന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. അവിടെ നിന്ന് 9 മണിക്കാണ് നമുക്ക് ഫെറി ഉള്ളത്. നമ്മളിപ്പോ നിൽക്കുന്ന സനൂറിലെ പോർട്ടിലാ. ഇവിടെ നല്ല തിരക്കാ. അതുകൊണ്ട് ഞാൻ പറയണ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സൗണ്ടാണ്. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ബാലി ഫെറീസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് മാലി ഫാസ്റ്റ് ബോട്ട്സിൻ്റെ ഒരു ഫെറിയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. സോ നമ്മൾ ഹാർബറിൽ വന്നിറങ്ങിയിട്ട് അവരുടെ ഓഫീസിൽ 5 മിനിറ്റ് നടക്കാനുള്ളത്. അവിടെ പോയി നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്തു. അന്നേരം നമുക്ക് ഈ ടാഗും തരും. സോ നമ്മൾ തിരിച്ച് ഹാർബറിൽ വന്ന് ഈ ടാഗ് കാണിച്ചപ്പോൾ നമ്മളോട് ക്യൂവിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ 8:30 സമയം, 9 മണിക്കാണ് നമ്മുടെ ഫെറി. സോ ഒരുപാട് സമയമുണ്ട്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഫസ്റ്റ് ബാച്ചിനെ അവർ കയറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തിരക്ക് മാത്രമല്ല, നല്ല വലിപ്പമുള്ള ഹാർബറാണ് സനൂർ ഹാർബർ. സോ നമ്മുടെ ഫെറിയിലോട്ട് നടക്കാനും അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ടാഗ് വരും, നമ്മൾ ബോട്ടിൽ കൊടുക്കും. അപ്പോൾ നമ്മുടെ ലഗേജ് അവർ ലോഡ് ചെയ്യും. ഒപ്പം നമ്മളെ ഫ്രീ കയറ്റാൻ സഹായിക്കും. ഫെറിയിലോട്ട് കയറുന്ന ഭാഗം മാത്രം ഒരു ഇച്ചിരി ടാസ്ക്കാണ്, പക്ഷെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തന്ന് ഒരു 45 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലൊക്കേഷൻ ന്യൂസാപ്പനിയുടെ എത്തും. അവിടെ എത്താറാകുമ്പോൾ ഉള്ള വ്യൂ ഭയങ്കര രസമാണ്. കുറേ ക്ലിപ്സും റോക്സൊക്കെ ആയിട്ട്. നമ്മളെ ഇപ്പോൾ പോർട്ടിൽ ഇറങ്ങി നമുക്ക് അങ്ങോട്ട് നടക്കാം. നമ്മുടെ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഗ്രാബും ഗോജക്കും ഒന്നുമില്ല. സോ നമ്മൾ ഓൺലൈൻ വഴി 2 days ന്യൂസാപ്പനിയുടെ പാക്കേജ് എടുത്തപ്പോൾ കിട്ടിയ ഡ്രൈവർ ആട്ടോ ഇത്. ഡ്രൈവറിനെ കിട്ടി, വണ്ടി കയറി. ഇപ്പൊ നമ്മൾ അതിലേക്ക് കൊണ്ടിരിക്കുക. ക്രിസ്റ്റൽ ബേ ബീച്ചിലോട്ടോ നമ്മൾ ആദ്യം പോകുന്നത്. പോകുന്ന വഴി ആൾക്കൂട്ടം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് അവിടെ എന്താ ഫംഗ്ഷൻ നടക്കുവാന്ന്. പക്ഷെ അത് കോഴിപ്പോരാട്ടോ. ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെ കുറേ തെങ്ങും മരങ്ങളും വീടുകളാണെങ്കിലും ഓട് വെച്ച വീടുകളും. അങ്ങനെ നമ്മൾ ക്രിസ്റ്റൽ ബേ ബീച്ചിലെത്തി. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ബീച്ച്. ഏറ്റവും കൂടുതൽ ഒരു ഫോക്കസ് ചെയ്യുന്നതും അവിടെ ആക്ടിവിറ്റീസ് ആട്ടോ. പിന്നെ നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിവുള്ളവർക്ക് നല്ല ഡീലിൽ സ്നോർക്ലിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒക്കെ കിട്ടും. പക്ഷെ നമ്മൾ റീസെൻ്റ്ലി ഇതൊക്കെ ചെയ്തായിരുന്നു KNC പോയപ്പോൾ. സോ നമ്മൾ അതൊന്നും അവിടെ ചെയ്തില്ല. നമ്മൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് വിശന്നു. കാരണം നമ്മൾ രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണല്ലോ. പക്ഷെ അവിടെ കണ്ട കഫേസിൽ നിന്നൊന്നും നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നിയില്ല. ഒട്ടും ക്ലീൻ അല്ലായിരുന്നു. സോ നമ്മൾ നമ്മുടെ ഡ്രൈവറെ സജസ്റ്റ് ചെയ്ത റെസ്റ്റോറൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. തനി നാട്ടിലെ രീതിയിലൊക്കെ തെങ്ങും മൊത്തം കുറെ കോഴികളൊക്കെ ഉണ്ട് അവിടെ. ഇതാ നമ്മുടെ ഡ്രൈവർ പറഞ്ഞ കഥ. നല്ല പാട്ടും നല്ല വൈബൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അറിയാവുന്ന ആരുടെ കടയാണ്. പുള്ളി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പുള്ളിക്കാരിയോട് എന്തോ പറയുന്നുണ്ട്. പുള്ളിക്കാരി നോക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കയറാം. ഫുഡ് എങ്ങനെയുണ്ട്? അത്യാവശ്യം ക്ലീനും നല്ല വലിപ്പമുള്ള കഫേ ആയിരുന്നു കേട്ടോ. സോ അവിടെ ചെന്നപ്പം എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ സമയം 10 മണിയായി, നല്ല ചൂടും. സോ ഞാൻ മാംഗോ ജ്യൂസ് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ക്യാൻ മാംഗോ ആയിരിക്കുമെന്ന്. പക്ഷെ നല്ല ഫ്രഷ് മാംഗോ അടിച്ച നല്ല തണുത്ത ജ്യൂസ്. അത് കുടിച്ചപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. പിന്നെ ഞാൻ ഫ്രൂട്ട് സാലഡും പറഞ്ഞു. ട്രോപ്പിക്കൽ കൺട്രി ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഇവിടുത്തെ ഫ്രൂട്ട്സിനൊക്കെ നല്ല മധുരമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഇവർ ചീസ് ഗ്രേറ്റ് ചെയ്തും പിന്നെ ഹണി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഫ്രൂട്ട് സാലഡ്. പിന്നെ കഴിക്കാനായിട്ട് ഞാനൊരു സ്പൈസി ചിക്കൻ നൂഡിൽസാണ് പറഞ്ഞത്. പേര് പോലെ തന്നെ നല്ല സ്പൈസി ആയിരുന്നു. പിന്നെ ഒരു സീ ഫുഡ് ഫ്രൈഡ് റൈസും പറഞ്ഞു. ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന ഈ ചിപ്സ് ഇല്ലേ, ഇതിന് നല്ല പ്രോൺസിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നന്നായിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് അടുത്ത ലൊക്കേഷനിലോട്ട് വിട്ടു. പോകുന്ന വഴി ഇവിടെ നമ്മുടെ ഡ്രൈവറിന്റെ പുള്ളിയുടെ രാജ്യത്തെ പാട്ട് പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു ഇന്ത്യൻ പാട്ടുണ്ടോ. അപ്പൊ നമ്മൾ കുഴപ്പമില്ല ഇത് മതി എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി ഇല്ല ഷാറുഖ് ഖാന്റെ പാട്ടിലാന്ന് പറഞ്ഞപ്പോ ഈ പാട്ടിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാം. നമ്മളിപ്പോൾ പോകുന്ന ബ്രോക്കൺ ബീച്ചിലോട്ടാണ്. വഴി മൊത്തം നല്ല റഫാണ്. നമ്മൾ ഇത്രയും നേരം പോയ വഴിയിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള വഴിയാണ് അത്. അപ്പോൾ നമ്മൾ ഡ്രൈവർ പറയുകയും ചെയ്തു, ഈ ബീച്ചിന് ബ്രോക്കൺ ബീച്ചിൻ്റെ പേര് വരാൻ കാരണം ഈ വഴി ഇത്ര ബ്രോക്കൺ ആയതുകൊണ്ടാണ്. അതൊരു കണക്കിന് കറക്റ്റാണ്. കുറേ കഷ്ടപ്പെട്ട് നമ്മളവിടെ ചെന്ന്. പക്ഷെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വ്യൂ ഭയങ്കര രസമാണ്. നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ടാണ് പോയത്. കുറച്ച് നടക്കാനുണ്ട്. നടന്ന് കഴിഞ്ഞ് നമ്മൾ കാണുന്ന ഈ വ്യൂ ഭയങ്കര രസമാണ്. നല്ല വെയിലാണെങ്കിലും കുറേ നേരം നിന്ന് ഞങ്ങളിത് കണ്ടു. ആ പാറയുടെ നടുക്കൊരു ആർച്ച് വന്നിട്ട് അതിൻ്റെ നടുക്കേക്കൂടി നീല കടൽ ഒഴുകുന്ന കാണാനാണ് ഭയങ്കര രസം. ഈ നടുക്കുള്ള ഈ ആർച്ച് ആ പാറയ്ക്കൊരു ബ്രോക്കൺ എഫക്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന് ബ്രോക്കൺ ബീച്ചിന് പേര് വന്നത്.
ഏഞ്ചൽ വില ബീച്ചിലോട്ട് നമ്മൾ അടുത്ത് പോകുന്നത്. ഇത് നമ്മുടെ ബ്രോക്കൺ ബീച്ചിൽ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. ഈ ബീച്ചുകളൊക്കെ അടുത്തടുത്ത വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ കുറേ യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര തിരക്കാ, നടക്കാൻ ഒത്തിരി ഉണ്ട്, നമുക്ക് ഫോട്ടോ എടുക്കാൻ സമയം കിട്ടില്ല അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ക്രൗഡുണ്ട് പക്ഷെ മാനേജബിളാണ്. നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം, അതിനുള്ള സ്ഥലമുണ്ട്. പിന്നെ അത്ര ചൂടില്ല, നമ്മുടെ നാട്ടിൽ ചൂട് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഇടയ്ക്ക് ഒരു നല്ല ഇളം കാറ്റൊക്കെ ഉണ്ട്, ബീച്ച് സൈഡ് ആയതുകൊണ്ട്, ഐലൻഡ് സൈഡല്ലേ, അതുകൊണ്ട് നമുക്ക് അത്ര മടുക്കൊന്നുമില്ല, നല്ല സുഖമാണ്, ഒരു റിലാക്സ് ഫീൽ തന്നെയാണ് നമുക്ക്. പിന്നെ അടുത്തടുത്ത് കടകളൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീമോ അല്ലെങ്കിൽ പിയറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി കുടിക്കണമെങ്കിൽ അതിനും ഓക്കെ. ഇവിടെ കുറച്ച് തണൽ കണ്ടു, നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ഇനി അങ്ങോട്ട് നടക്കണം. അങ്ങനെ നടന്ന് നമ്മൾ ചെല്ലുന്നത് ഏഞ്ചൽ ബില്ലബോങ് ബീച്ചിലാണ്. അതാ ഈ ബീച്ച് കാണാൻ നല്ല രസമാണ്, നല്ല ഇൻഫിനിറ്റി പൂൾ പോലൊരു ഏരിയ, അത് ഓഷനായിട്ട് ഇങ്ങനെ കണക്റ്റ് ആവുന്ന കാണുമ്പോൾ നമുക്കൊന്ന് ഇറങ്ങാനൊക്കെ തോന്നും. പക്ഷെ ഭയങ്കര സ്ട്രോങ് വേവ്സും നല്ല കാറ്റും അവിടെ. പിന്നെ നോക്കിയാൽ തന്നെ കാണാം ആ പാറകളാണെങ്കിലും നല്ല സ്ലിപ്പറിയാണ്. എനിക്ക് തോന്നുന്നു പണ്ട് ആൾക്കാർക്ക് അങ്ങോട്ട് ആക്സസ് ഉണ്ടായിരുന്നു, കാരണം ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെയറൊക്കെ അവിടെയുണ്ട്. പക്ഷെ ഇപ്പം അത് കയറി വെച്ച് കെട്ടി വെച്ചേക്കുക. നല്ല കാറ്റായതുകൊണ്ട് ഞാൻ കൊണ്ടുപോയ സ്കാർഫ് എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു, മുടി ഇങ്ങനെ പറക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറി. മുകളിൽ ഏറ്റവും മുകളിലൊരു കഫയുണ്ട്, ആ കയറുന്ന വഴിയുള്ള വ്യൂ ആട്ടോ ഇത്, നമ്മുടെ ഏഞ്ചൽ ബില്ലബോങ്ങിലോട്ടുള്ള വ്യൂ. ഏറ്റവും ടോപ്പിലെത്തി, ഭയങ്കര കാറ്റ്, നമുക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ലാത്ത കാറ്റാ. അവിടെ ഒരു കടയുണ്ട്, നമുക്കൊരു ഐസ്ക്രീം വാങ്ങാൻ പോകാം കൂടെ. ഏഞ്ചൽ ബില്ലബോങ് ആൻഡ് ഫാമിലി റെസ്റ്റോറൻറ്റ് എന്നാണ് കടയുടെ പേര്. ഇവിടുന്ന് വന്ന വഴി നമ്മൾ കണ്ട എല്ലാ കടകളിലും സാധനങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി വില കൂടുതൽ. എനിക്ക് തോന്നുന്നു അത് ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ടായിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ എന്തായാലും 2 ബിൻറ്റാങ്ങും പിന്നെ കഴിക്കാൻ എനിക്ക് തോന്നുന്നു ഫിഷ് ആൻഡ് ചിപ്സ് എങ്ങാണ്ടാണ് പറഞ്ഞതെന്ന്. ഭയങ്കര രസമായിരുന്നു അവിടെ ഇരുന്നിട്ടുള്ള വ്യൂ, പക്ഷെ നല്ല കാറ്റും. അതാ ഞാൻ പറഞ്ഞ സ്കാർഫ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. മുടി പറന്നുമില്ല, ഒരു ഡിസ്റ്റർബൻസും കൂടി എന്നെ കൊണ്ട് ഉണ്ടായില്ല. ആ വ്യൂ നോക്കിക്കേ, ഫുൾ എൻറ്റയർ സീൻ നമുക്ക് അവിടെ ഇരുന്നാൽ കാണാം. പിന്നെ ഒത്തിരി വെയിലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല, മേൽക്കൂരയുള്ളതുകൊണ്ട്. കാറ്റ് കാരണം ഞാൻ പറയണ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. സോ കിട്ടി ഗ്യാപ്പിൽ ഞാൻ പോയി കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്തു. അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന സ്പോട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണെന്ന് കേട്ടത്. ഇതാട്ടെ നമുക്ക് മുകളിൽ നിന്നുള്ള ആ വ്യൂ. വണ്ടി നിർത്തിയോട്ട് വന്നു, അവിടെ നമ്മളൊരു ഐസ്ക്രീം വാങ്ങാന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട്. ഇവിടെ എത്തി നല്ല ചൂടായി, കാരണം കാറ്റൊക്കെ ഇച്ചിരി കുറഞ്ഞു. നമ്മളൊരു കോക്കനട്ടിന് ഐസ്ക്രീം ഒക്കെ വാങ്ങി. ഇതാണ് ഞാൻ അടുത്ത പറഞ്ഞ സ്പോട്ട്, കെലങ്കിങ് ബീച്ച്. ന്യൂസാ പെനീഡ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോട്ടോസിലും വീഡിയോസിലും കാണുന്ന ബീച്ചുകളിൽ ഒന്നാണ് ഈ കെലങ്കിങ് ബീച്ച്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്, അവിടെ ഫുൾ കുരങ്ങന്മാരാണ്. എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് മങ്കീസ്. സോ ഞാൻ ഒത്തിരി വീഡിയോസും ഫോട്ടോസും എടുക്കാൻ നിന്നില്ല, പേഴ്സണലി അനുഭവം ഉള്ളതുകൊണ്ട് അവരിൽ നിന്ന് കുറച്ച് മാറി ഞാൻ നിന്ന്. പക്ഷേ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അവിടുന്ന് വന്ന വഴി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം കുറെ മങ്കികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഡ്രൈവർ പറഞ്ഞു ഫോണൊക്കെ തട്ടിപ്പറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്തില്ല. ഈ വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. ഇത്രയും കുരങ്ങന്മാരെയൊക്കെ പേടിച്ചാൽ വന്നെങ്കിലും അവിടെ വന്നിട്ടുള്ള വ്യൂ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോട്ടോ എടുത്ത് നമ്മൾ കാണുന്ന സ്ഥലം. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർ താഴെയുള്ള എല്ലാ സെക്ഷനും നമുക്ക് ഫോട്ടോ കിട്ടും. സോ നമ്മളൊരു എമൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മുടെ ഫോണിൽ ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തു തരും. ഒരു ഡൈനോസറിൻ്റെ ഷേപ്പിലായിട്ടിരിക്കുന്നത്. സോ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും നമുക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന വ്യൂവും ഇതാ, നല്ല രസമാണ് കാണാൻ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കയറി വന്ന ഒരു കരിക്ക് പറഞ്ഞു, നല്ല ചൂടായതുകൊണ്ട് ആ കരിക്ക് കുടിച്ചപ്പോൾ നല്ല സുഖമായിരുന്നു, നല്ല ഐസൊക്കെ ഇട്ട കരിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സിനൊക്കെ നല്ല മധുരമാണ്, കരിക്കിനും നല്ല മധുരം ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് ഇപ്പോൾ ട്രൈ ചെയ്യുന്ന ബീഫ് ഫ്രൈഡ് റൈസും പ്രോൺ കറിയാണ്. പ്രോൺ കറി അത്യാവശ്യം കുറേ പീസസ് ഒക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചൊരു മീൻകറിയുടെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഒരു ഗ്രിൽ ഫിഷും പറഞ്ഞു, അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പോരാത്തിന് നമ്മൾ ഒത്തിരി നടന്നിട്ട് വന്നതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. സോ നമ്മൾ ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇറ്റ്സ് ഗുഡ്, പക്ഷെ സ്വീറ്റ് വെച്ചിരി. എനിക്ക് ഫിഷ് അത്ര സ്വീറ്റ് ഇഷ്ടമല്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
ഫസ്റ്റ് ബൈറ്റിൽ മധുരം കിട്ടും, അത് മാത്രം ഒരു ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ന്യൂസാപ്പിനിടയിലുള്ള സ്റ്റേയിലാണ്. ആ സ്റ്റേ ആണെങ്കിൽ ഒരു ക്ലിഫിൻ്റെ മുകളിലും. പക്ഷെ ഹോസ്റ്റിംഗ് നല്ല ആയതുകൊണ്ട് അവർ നമ്മുടെ ലഗേജ് ഓൾറെഡി മുകളിൽ എത്തിച്ചു. സോ നമുക്ക് നടന്നു കയറേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. മുകളിലെത്തി കഴിഞ്ഞിട്ടുള്ള വ്യൂ നേരെ സീയിലോട്ടുള്ള വ്യൂ ആണ്. നല്ല രസമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചു ഇന്നിനി എങ്ങോട്ടും പോകണ്ട, ഈവനിങ് സൺസെറ്റൊക്കെ കണ്ട് ഈ സ്റ്റേ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ നല്ല ടയേർഡാണ്. സോ നമ്മൾ സൺസെറ്റിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളെ രാവിലെ ഏർലി മോർണിംഗ് 4 മണിക്ക് ഡയമണ്ട് ബീച്ചിലൊരു സൺറൈസ് കാണാൻ പ്ലാൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ സമയം വൈകിട്ട് 5:30 ആയിട്ടുള്ളൂ. സോ നന്നായിട്ട് റിലാക്സ് ചെയ്ത് കിടന്നുറങ്ങി രാവിലെ ഏർലി മോർണിംഗ് 4 മണിക്ക് നമുക്ക് ഡയമണ്ട് ബീച്ചിലെ സൺറൈസ് കാണാൻ പോകാം.